അഷ്കർ അലി, മുബഷീർ, നിങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും മജിസ്ട്രേറ്റിന്റെ വസതി? ഇവിടെ നിന്നും അധിക ദൂരമുണ്ടോ? അതിനുശേഷം നേരെ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല, അല്ലേ? നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് നിലമ്പൂരിൽ തന്നെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലെത്തി അൻവറിനെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം റിമാൻഡ് ലഭിച്ചതിന് ശേഷമായിരിക്കും നേരെ മഞ്ചേരി സബ് ജയിലിലേക്ക് കൊണ്ടുപോവുക. മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. മാത്രമല്ല നിലവിൽ വലിയ വാദപ്രതിവാദങ്ങളിലേക്ക് സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ജാമ്യത്തിന് വേണ്ടി ഇപ്പോൾ ശ്രമിക്കില്ല എന്ന് PV അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി എത്രയും പെട്ടെന്ന് മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റാനായിരിക്കും പോലീസിന് ശ്രമിക്കുക. പ്രത്യേകിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലടക്കം ഇപ്പോൾ വലിയ പോലീസ് സന്നാഹം എത്തിയിരിക്കുന്നത്. സമാനമായ രീതിയിൽ തന്നെ എല്ലാ ഇടങ്ങളിലും PV അൻവറിനെ കൊണ്ടുപോകുന്ന എല്ലാ ഇടങ്ങളിലേക്കും വലിയ സുരക്ഷാ സന്നാഹം ഒരുക്കുക എന്നുള്ള ഒരു തലവേദന കൂടി പോലീസിനുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ള നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി റിമാൻഡ് ഓർഡർ കൈപ്പറ്റാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. നിലവിൽ അൻവർ MLAക്ക് ചുമത്തിയിരിക്കുന്ന ഇന്നത്തെ FIR പുറമെ മുമ്പുള്ള കേസുകളിലെ വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും റിമാൻഡിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ്. MLA എന്നുള്ള പരിഗണന ഉണ്ടെങ്കിൽ പോലും നിലവിലില്ല. എന്നാൽ അതേ സാഹചര്യത്തിൽ തന്നെ അടുത്ത ആഴ്ച ഇത്തരത്തിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ PV അൻവർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുമുണ്ട്. പക്ഷേ ശക്തമായ വകുപ്പുകൾ പ്രകാരമാണ് പോലീസിൻ്റെ കേസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം സാധ്യമായിരിക്കുമെന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടി വരും. ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ സമ്മേളനം അതിൽ പങ്കെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കും വലിയ പ്രാമുഖ്യം. അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് PV അൻവർ MLAക്ക് ജാമ്യം ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഒരു നിയമ വിദഗ്ധരുടെയും ഒരു വിലയിരുത്തൽ. അത്തരത്തിലുള്ള വിവരങ്ങളാണ് അവരും കൈമാറുന്നത്. എന്തായാലും ഇപ്പോൾ PV അൻവർ MLAയുടെ വൈദ്യപരിശോധന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ വൈദ്യപരിശോധന പൂർത്തിയാക്കും. വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ഉടൻ തന്നെ നിലമ്പൂർ തന്നെയുള്ള മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയതിനു ശേഷം മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും. നിലമ്പൂർ DYSP ബാലചന്ദ്രൻ്റെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. അദ്ദേഹം ഏകദേശം 2 മണിക്കൂറോളം സമയം വലിയ പോലീസ് സന്നാഹത്തോടു കൂടി തന്നെ അവിടെ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. PV അൻവറിൻ്റെ വീടിന് മുന്നിൽ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. അറസ്റ്റിന് PV അൻവർ വഴങ്ങാൻ വലിയ സമയമെടുത്തതോടെ തന്നെ ഏറെ നേരം കാത്തിരിക്കേണ്ടി വന്നു. അതിനുശേഷമാണ് PV അൻവർ അറസ്റ്റിന് വഴങ്ങുകയും ചെയ്തത്. പിന്നീട് അവസാനം പോലീസ് വീടിൻ്റെ അകത്തേക്ക് കയറി PV അൻവറിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. അറസ്റ്റ് വാറന്റ് അടക്കമുള്ള രേഖകളുടെ പകർപ്പടക്കം കൈപ്പറ്റിയ ശേഷമാണ് അറസ്റ്റ് വരിക്കാൻ PV അൻവർ തയ്യാറായത്. പിന്നീട് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ നേരിയ തോതിലൊരു സംഘർഷമുണ്ടായി. ഒരു പോലീസ് ജീപ്പിൻ്റെ പിറകിലേക്ക് PV അൻവറിനെ കയറ്റലായിരുന്നു ആദ്യത്തെ ശ്രമം. പക്ഷേ അതിൽ പ്രവർത്തകർ വലിയ തോതിൽ ബഹളം വയ്ക്കുകയും ചെറിയ നേരിയ സംഘർഷമുണ്ടാവുകയും ചെയ്തു. തുടർന്ന് PV അൻവറിനെ മറ്റൊരു പോലീസ് ജീപ്പിൻ്റെ നേരെ സെൻട്രൽ സീറ്റിലിരുത്തിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്തായാലും PV അൻവറിനെ വൈദ്യപരിശോധന പൂർത്തിയാക്കുന്ന വലിയ സുരക്ഷാ സന്നാഹം ആശുപത്രിക്കകത്തും പുറത്തുമെല്ലാം തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കനത്ത സുരക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇത് പൂർത്തിയാക്കിയ ഉടനെ തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി പിന്നീട് സബ് ജയിലിലേക്ക് മാറ്റും. PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ വിവാദങ്ങൾ തുടങ്ങുന്ന ആദ്യഘട്ടത്തിൽ തന്നെ താൻ ഒരു ദിവസം അറസ്റ്റിലാവുമെന്ന് PV അൻവർ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നു. അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. സ്വർണ്ണക്കടത്ത് പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ മറ്റേതെങ്കിലും വിഷയത്തിന്റെ പുറത്തോ PV അൻവറെ പോലീസ് നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ എത്തിയിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഒരു അവസരം പോലീസിന് കിട്ടിയിരിക്കുന്നു. പൊതുമുതൽ നശിപ്പിച്ചതിന്, DFO ഓഫീസ് അടിച്ചു തകർത്തതിന്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിന്, ഇങ്ങനെയുള്ള വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളും ഒപ്പം PDPP ആക്ട് പ്രകാരമുള്ള സെക്ഷൻ 3യും ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ PV അൻവർ MLA ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് ചെയ്ത PV അൻവർ MLAയും കൊണ്ട് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് പോലീസ് സംഘം എത്തിയിരിക്കുകയാണ്. അവിടെ വൈദ്യപരിശോധന പൂർത്തിയായിരിക്കുന്നു. വൈദ്യപരിശോധനയിൽ ഗുരുതരമായ മറ്റൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം സ്വകാര്യ ഡോക്ടറുമായിട്ടൊരു കൺസൾട്ടേഷൻ നടത്തിയിരുന്നു. അതിനുശേഷമാണ് പോലീസുകാരുടെ കയ്യിൽ നിന്നും വാറണ്ട് കൈപ്പറ്റി അറസ്റ്റ് വരിച്ച് ഇപ്പോൾ PV അൻവർ MLA നിലമ്പൂരിൽ വൈദ്യപരിശോധനയ്ക്കായി നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്നത് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനുള്ളിൽ നിലമ്പൂരിൽ തന്നെയുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിക്കും. വസതിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ റിമാൻഡ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. അറസ്റ്റ്
അറസ്റ്റിന് വഴങ്ങും, ജയിലഴികളിൽ താൻ പോകും എന്നാണ് പി വി അൻവർ MLA പറഞ്ഞിരിക്കുന്നത്. അതൊരു രാഷ്ട്രീയ സാധ്യത കൂടിയെ പി വി അൻവർ MLA കാണുന്നു. മാറിയിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കർഷകർക്കൊപ്പം നിന്നതിൻ്റെ പേരിൽ സ്വന്തം മണ്ഡലത്തിലെ ആദിവാസി യുവാവിനെ വനംവകുപ്പിൻ്റെ നിസ്സംഗതയിൽ ഒരു കാട്ടാനെ ആക്രമിച്ച് കൊന്നതിൻ്റെ പേരിൽ ഒരു രക്തസാക്ഷി പരിവേഷം പി വി അൻവർ ആഗ്രഹിക്കുന്നുണ്ട്. നിശ്ചയമായും ഈ രാത്രിയിൽ പി വി അൻവറിന് ലഭിക്കുകയും ചെയ്യും. അവിടെ തടിച്ചുകൂടിയിരുന്ന നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. വീടിനുള്ളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നത് ഒരു ഭരണകൂട ഭീകരത എന്ന നിലയിലാണ് പി വി അൻവർ MLA കാണുന്നത്. മോദിയേക്കാൾ വലിയ ഭരണകൂട ഭീകരതയാണ് പിണറായി വിജയനുള്ളത് എന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ മുന്നിലുള്ള ദൃശ്യങ്ങൾ പി വി അൻവർ MLAയുടെ സംഘത്തിന് നേരെ തെളിവായിട്ടുണ്ട്. അത് ഒരു ഓഫീസ്, പബ്ലിക് ഓഫീസ് അടിച്ച് തകർക്കുന്നതാണ്, DFOയുടെ ഓഫീസ് അടിച്ച് തകർക്കുന്നതാണ്. അത് ആ സമയത്ത് വൈകാരികമായി സ്വാഭാവികമായിട്ടുള്ളൊരു വൈകാരിക പ്രകടനം എന്ന മട്ടിലാണ് പി വി അൻവർ അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത്. ഈ ദൃശ്യങ്ങളെല്ലാം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും. 17-ാം തീയതി സഭ കൂടാനിരിക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ജാമ്യത്തിലുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്കറിയാം. ഇനി വരുന്ന ദിവസങ്ങൾ എനിക്ക് തോന്നുന്നു 10 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്താൽ പോലും അത് അടുത്ത നിയമസഭാ സമ്മേളനത്തിന് തൊട്ട് തലേന്നാവും. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പി വി അൻവർ MLAയ്ക്ക് സാധിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഈ നിയമസഭാ സമ്മേളനത്തിലാണ് പ്രധാനപ്പെട്ട ആ നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നത്. ആ നിയമ ഭേദഗതി അനുസരിച്ച്, വനനിയമ ഭേദഗതി അനുസരിച്ച് വനം ബീറ്റ് ഓഫീസർക്ക് പോലും അനിയന്ത്രിതമായ അധികാരങ്ങൾ നൽകുന്നുവെന്നും കർഷക വിരുദ്ധമായിട്ടുള്ള ഈ വനനിയമ ഭേദഗതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനകീയ യാത്ര നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ പി വി അൻവർ MLA പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. DFO ഓഫീസ് അടിച്ചു തകർത്തു എന്നതിൻ്റെ പേരിൽ.